ഇന്ന് സ്വന്തം പുണ്യാളനായിരുന്നോ? എങ്ങനെയുണ്ടായിരുന്നു? അതെ. കുഴപ്പമില്ല. തമാശയും കാര്യമൊക്കെ എങ്ങനെയുണ്ട്? ബാലു വർഗീസ്, അർജുൻ അശോകൻ എല്ലാവരും കൊള്ളായിരുന്നു. അനശ്വര എങ്ങനെയുണ്ട്? ഞെട്ടിച്ച? ഇന്ന് സ്വന്തം പുണ്യാളനായിരുന്നോ? എങ്ങനെയുണ്ടായിരുന്നു? ചിരിക്കാനൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ട് ബാലു വർഗീസ്, അർജുൻ അശോക്, അനശ്വര? ആരാണ് ഞെട്ടിച്ചേ? ബാലു വർഗീസ്, അനശ്വര എല്ലാവരും കൊള്ളാം. എങ്ങനെയുണ്ടായിരുന്നു അച്ഛനായിട്ട്? നല്ലതായിരുന്നു, കൊള്ളായിരുന്നു. അനശ്വര എങ്ങനെയുണ്ട്? കൊള്ളായിരുന്നു, നല്ല അഭിനയമായിരുന്നു. എങ്ങനെ ഒരു ചിരിച്ചൊക്കെ ഇരുന്ന് കാണാൻ പറ്റുന്ന? കാണാൻ നല്ലതായിരുന്നു. ചിരിക്കാനൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. ആരെ ഒരുപാട് ഇഷ്ടപ്പെട്ട? ബാലുവിനായിരുന്നു, അർജുൻ അശോകനായിരുന്നു, അതോ എല്ലാവരും ഇഷ്ടപ്പെട്ടു? ഞെട്ടിച്ചാരായിരുന്നു? അനശ്വരായിരുന്നു? പെട്ടെന്ന് വിചാരിക്കാതെ ഒരു എല്ലാതും അങ്ങനെ തന്നെയായിരുന്നു. ട്വിസ്റ്റ് തന്നെയായിരുന്നു. ചിരിക്കാനൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. ഇത് എടുത്ത് പറയാനായിട്ട് എന്താണ്? തമാശ പടമായിരുന്നു. അങ്ങനെ സീരിയസ് ആയിട്ട് ഇരിക്കുകയാണെങ്കിലും തമാശ ഉണ്ടായിരുന്നു. എൻജോയ് ചെയ്തു. അത് കൊള്ളാം ബ്രോ, കൊള്ളാം നല്ല പടം. നന്നായിട്ടുണ്ട് ബ്രോ. കൊള്ളായിരുന്നു. അടിപൊളിയാണ്. അങ്ങനെ ഫസ്റ്റ് ഹാഫ് കുറച്ച് മോശമായിരുന്നു, സെക്കൻഡ് ഹാഫ് അടിപൊളിയായിരുന്നു. നല്ല പടമായിരുന്നു. ട്വിസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. അനശ്വര സൂപ്പർ. ഇല്ല ട്വിസ്റ്റ് നല്ല അടിപൊളിയായിരുന്നു. പിന്നെ അർജുൻ അശോകൻ പെർഫോമൻസ് ഒരു രക്ഷയില്ല, സൂപ്പർ. അതെ തോന്നുന്നു നൈസായിരുന്നു. സെക്കൻഡ് ഹാഫിൽ പുള്ളി തൂക്കി അടിച്ചു, പടം നൈസായിരുന്നു. ബാലു വർഗീസും കൊള്ളായിരുന്നു, വലിയ കുഴപ്പമില്ല. നൈസ്. അനശ്വര നല്ലായിരുന്നു, നല്ല സിനിമയായിരുന്നു. ഫസ്റ്റ് ഹാഫ് പക്ഷേ നല്ല ഇതായിരുന്നു, ഒന്നുമില്ലായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഫ്ലാറ്റ് ആയിരുന്നു, പക്ഷെ സെക്കൻഡ് ഹാഫ് നൈസായിരുന്നു. നല്ല അഭിനയം, നല്ല അടിപൊളി. ഇതുപോലത്തെ ഒന്നും കണ്ടിട്ടില്ല ഞങ്ങള്. ആളെ പെട്ടെന്ന് ഓർമ്മ വരുമല്ലോ, ആളെ കാണും പെട്ടെന്ന് ഓർമ്മ വരും. സ്റ്റണ്ട് സീൻ ഓക്കെ. ചിരിക്കാനും പറ്റും, കുറച്ച് എൻജോയ് ചെയ്യാനും കുഴപ്പമില്ല, എവറേജ്.